എണ്ണം വലിച്ചീറിക്കളഞ്ഞാൽ മാത്രമേ പോക്കെന്നുള്ള പേര് മാറിയത് പിന്നെ വിശുദ്ധ ബൈബിൾ ആകുകയുള്ളൂ. ഇപ്പം വെറും പോക്ക് ബൈബിളാണ്. ഇത് വായിച്ചാണ് ഇവന്മാരെല്ലാം പോക്ക് കേസുകളായത്. ഈ ആവശ്യമില്ലാത്ത സാധനങ്ങളാണ് ഇവന്മാര് വായിക്കുന്നത്. കൊള്ളാന്നുള്ള ഒരെണ്ണം ഇല്ല അതിനകത്ത്. എല്ലാ 7 എണ്ണം ഈ അധികം ഒന്ന് ഇവന്മാര് ഒരെണ്ണം ഉള്ളത് ഇവന്മാര് വായിക്കുന്നില്ല. അപ്പോഴാണ് ഞാൻ അഡീഷണൽ 7 എണ്ണം കൂടെ. ജീവിതത്തിൽ ഇവന്മാര് വായിച്ചില്ല. ഞാൻ എന്നിട്ട് ആർക്ക് വേണ്ടിയാണ് അഡീഷണൽ ഫിറ്റ് ചെയ്തത്? കത്തോലിക്ക വിശ്വാസികൾക്ക് ബൈബിൾ വായിക്കാനോ ഉള്ള സ്വാതന്ത്ര്യമില്ല. ബൈബിൾ ട്രാൻസ്ലേറ്റ് ചെയ്തുകൊണ്ട് തന്നെ നിർത്തി തൂണിൽ കെട്ടി കത്തിച്ച ചരിത്രമുള്ളത്. അപ്പൊ ഞാൻ ചോദിക്കുന്ന ആർക്ക് വേണ്ടിയിട്ടാണിത്? പറയും. ഈ ബൈബിൾ ആർക്ക് വേണ്ടി? നിങ്ങൾക്ക് ഇതിന്റെ അകത്ത് എവിടെയാണ് ബന്ധമുള്ളത്? ഡ്രൈവർ സായം പറഞ്ഞത് കറക്റ്റ് ആണ്, അവന്റെ അല്ല. ബന്ധമുണ്ട്. ക്രിസ്ത്യാനികളുടെ കയ്യിൽ നിന്നുള്ളത് കണ്ടുകെട്ടി കൊണ്ടുപോയി കുറെ നാൾ പൂട്ടി വെച്ച്. അങ്ങനെ ഒരു ബന്ധമുണ്ട് കേട്ടോ. ആ ചരിത്രം നമ്മ വിട്ടുപോരുത്. പിന്നെ ഇവര് പറഞ്ഞു ഇവര് സ്ഥല സഭകളിൽ ക്രിസ്ത്യാനികളാണ്. പിടിച്ചെടുത്ത ബൈബിള് കൊണ്ടുപോയി മറ്റേ ചില്ലുംകൂട്ടിൽ അടച്ചു വെച്ച്. ബന്ധമുണ്ട്. പിന്നെ ഇവര് വരുന്ന ക്രിസ്ത്യാനികളാണ്. റോമൻ കത്തോലിക്കര് വെസ്റ്റേൺ വേൾഡിൽ എവിടെയെങ്കിലും ക്രിസ്ത്യാനികളെന്ന് പറയുന്നുണ്ടോ? ഒരാളുടെ പേര് പറ. ആരാണ്? ഐ ആം എ റോമൻ കാത്തലിക് എന്നല്ലാതെ ഐ ആം എ ക്രിസ്ത്യൻ എന്ന് പറയുന്ന ഏത് രാജ്യത്തുള്ള കത്തോലിക്കനാണ് പറയുന്നത്? പറഞ്ഞേ. നീ ഇവിടെ കേരളത്തിൽ കിടക്കുന്ന ചില ക്രോസ് ബ്രീഡ്സ് ആയിട്ടുള്ള നിങ്ങളെ പോലെ 4-5 പേരല്ലേ പിന്നെ ബന്ധക്കോസ് എടുത്ത് വന്ന് അടിക്കാൻ വേണ്ടി ക്രിസ്ത്യാനികളാന്ന് പറയുന്നത്. നിങ്ങൾ ക്രിസ്ത്യാനികളല്ല, നിങ്ങൾ റോമൻ കത്തോലിക്കരാണ്. ക്രിസ്ത്യാനികളുടെ ദൈവം നിങ്ങളുടെ ദൈവമല്ല. ക്രിസ്ത്യാനികളുടെ ദൈവം 33.5 വയസ്സിൽ ക്രൂശിൽ മരിച്ച് ഞങ്ങൾക്ക് വേണ്ടി ഉയർത്ത സ്വർഗത്തിൽ കരേറിപ്പോയി ഇനി ഞങ്ങൾക്ക് വേണ്ടി വരുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുന്ന വിശ്വാസികളുടെ ദൈവമാകുന്ന യേശു. നിങ്ങളുടെ അങ്ങനെയല്ല. നിങ്ങളുടെ യേശു ഇതുവരെയും വളർച്ചയില്ല. നിങ്ങളുടെ യേശു ഇപ്പോഴും ഒക്കത്തിരുന്ന് ഡൈപ്പറും ചുറ്റിയിരിക്കുക, മഞ്ഞ തുണി വിട്ട് മഞ്ഞപ്പാലും കക്കി, പിന്നെ കഴിക്കുന്ന പാലും കുടിക്കുന്ന പാലും മറിയുടെ പാലും കുടിച്ച് അതും കക്കിയിരിക്കുക. ഇതുവരെ ആഹാരം കഴിക്കാനുള്ള പരുവം പോലും ആയിട്ടില്ല. ഇടുപ്പിനകത്തിരിക്കുക. ഇടുപ്പിൽ നിന്ന് ഇറങ്ങിയിട്ട് വേണ്ട ആഹാരം കഴിയാൻ. മനസ്സിലായോ? ഞാൻ 12 വയസ്സുള്ള യേശുവെങ്കിലും നിങ്ങളവിടെ കൊണ്ടെടുത്താൽ എരിശിലം ദേവാലയത്തിൽ പോയ സമയത്തുള്ള യേശുവിനെ ഈ ഇടുപ്പിൽ നിന്ന് ഇറക്കടേ. ഇത്ര വർഷം കൊണ്ട് ഈ മറിയ ചുമന്നുകൊണ്ടേക്കാം. മറിയുടെ ഇടുപ്പ് കഴിക്കത്തില്ലേ? എന്തുവാടേ ഇത്? ഇടുപ്പിൽ നിന്ന് ഇറക്കി നിർത്തടേ. കുറച്ചു നേരത്തെങ്കിലും കൊച്ചിനെ മാറ്റി നിർത്തും നിങ്ങള്. ഇത് ഞങ്ങളുടെ ബൈബിളുമായിട്ട് ബന്ധമില്ല, ബൈബിളിലെ യേശുവായിട്ട് ബന്ധമില്ല. അതുകൊണ്ട് അവര് പറയുന്നതൊക്കെ കറക്റ്റ് ആണ്. അവര് നമുക്ക് ചില വിഷയത്തിൽ ഡ്രൈവർ സാജം എന്ന് പറയുന്നത് കറക്റ്റ് ആണ്. ഡ്രൈവർ പറയുന്ന നമ്മൾ അംഗീകരിക്കണം. എല്ലാം എടുത്തില്ലെങ്കിലും ചില കാര്യങ്ങൾ നമുക്ക് എടുക്കാം. കത്തോലിക്കർ ഏത് വിഷയത്തിലാണ് പ്രൊട്ടസ്റ്റന്റുകാരോട് വിജയിക്കാൻ സാധ്യത നിങ്ങൾ പറയും. ആ വിഷയത്തിൽ ഡിബേറ്റ് ചെയ്യാം. നിങ്ങളുടെ ആചാരങ്ങളോ അനുഷ്ഠാനങ്ങളോ എടുത്തോണ്ട് വരരുത്. അത് നിങ്ങൾ തന്നെയാണ് വിജയിക്കുന്നത്. പിന്നെ മോശമായ ജീവിത രീതി എടുത്തോണ്ട് വരരുത്. തീർച്ചയായിട്ടും നിങ്ങൾ തന്നെ അതിൽ വിജയിക്കും. അങ്ങനെയുള്ള എടുത്തോണ്ട് വരരുത്. അല്ല ബൈബിളുമായിട്ട് റിലേറ്റഡ് ആയ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ട്, അതിനകത്ത് എന്തെങ്കിലും തർക്കം ഉണ്ടെങ്കിൽ ഓക്കെ, നമുക്ക് സംസാരിക്കാം. ഓക്കെ, വേറെ ടീമൊക്കെ പറയും.